ശ്രീ എ കെ രാജ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിശ്ചിതമായ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പ്രക്ഷോഭകർക്കെതിരായ ചില ഹർജികളാണ് വന്നത്. പക്ഷേ പോലീസ് അതിക്രമത്തിൽ നിശ്ചിതമായ വിമർശനങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. നേരത്തെ ശ്രീ ഹരീഷ് വാസ്തവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊന്നും കാണാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞ അതേ സുപ്രീം കോടതി വിദ്യാർത്ഥികളെ ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്തതിനെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇനി അഥവാ ആ തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിലും പോലീസ് അമിതാധികാരം പ്രയോഗിക്കേണ്ടതില്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. നാളെ ഈ ഹർജികളെല്ലാം സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. കേന്ദ്രം അവിടെയെങ്കിലും മറുപടി പറയേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ 4 പേർക്കും മറുപടി പറയണല്ലോ. അപ്പോൾ ആദ്യം ശ്രീ ബ്രിട്ടാസ് പറഞ്ഞു, അതായത് മാധ്യമങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നില്ല പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, വിദേശ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോഴൊക്കെ മുൻ പ്രധാനമന്ത്രിമാർ അങ്ങനെ ചെയ്തിരുന്നു. അദ്ദേഹം ഇവിടെ ഡൽഹിയിൽ കുറേ കാലം ദേശാഭിമാനിൽ പത്രപ്രവർത്തനമായിട്ട് ഇരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ അത്തരം കാര്യങ്ങൾ അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ്, അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നരേന്ദ്രമോദി എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ നരേന്ദ്രമോദി ഈ കാലഘട്ടത്തിനിടയിൽ കുറേ ടെലിവിഷൻ ചാനൽ ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ട്, പത്രങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ മീഡിയ പഴയ കാലത്തെ മീഡിയ അല്ല, ആ മീഡിയക്ക് മാറ്റം വന്നു. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമല്ല ഉണ്ടാകുന്നത്, മറിച്ച് BJP ആക്രമിക്കുക അല്ലെങ്കിൽ മോദിജിയെ ആക്രമിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം തന്നെ അതിന് നൽകിയിട്ടുള്ള മറുപടി. അതുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യക്തമാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രീ ജിൻഡോ പറഞ്ഞത് ഇതുപോലെ തന്നെ എത്ര പത്രസമ്മേളനം മൻമോഹൻ സിംഗ് നടത്തിയെന്നൊക്കെ പറഞ്ഞു. മൻമോഹൻ സിംഗിനെ അങ്ങനെ അനാദരവ് അദ്ദേഹത്തോട് പ്രകടിപ്പിക്കാൻ ഞാനും ചെയ്യാറില്ല. അദ്ദേഹം തുടർച്ചയായിട്ട് 2 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം ഉപയോഗിക്കുന്ന സാധ്യത അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടേ ഇല്ല. അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് മുഖ്യധാരാ മാധ്യമങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടിയിരുന്നു. അതുപോലെ തന്നെ മൻമോഹൻ സിംഗിന് മുൻപ് ഫുൾ ടേം ഭരിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹറാവുവാണ്. നരസിംഹറാവുവിൻ്റെ കാലത്ത് നേരിട്ടിട്ടുണ്ട് ഇതേ വിമർശനം. അദ്ദേഹം ഒന്നും മിണ്ടില്ല എന്നുള്ള വിമർശനം അക്കാലത്ത് നേരിട്ടിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് വന്നാൽ നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്, എനിക്ക് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇലക്ട്രേറ്റുമായിട്ട്, അതായത് ഗ്രാമീണ പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള മാധ്യമം, ഏറ്റവും സുഖകരമായ മാധ്യമം ഡിജിറ്റൽ മാധ്യമമാണ്. അതാണ് ഞാൻ ഉപയോഗപ്പെടുത്തുക എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ചോദ്യം വരികയും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉൾപ്പെടെ ഇതേ രീതിയിലുള്ള വിശദീകരണം നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി 3ാമത്തെ കാര്യം, അതായത് നേരത്തെ ഞാനിത് ഇന്നലത്തെ ചർച്ചയിൽ ഈ കാര്യം പറഞ്ഞിരുന്നു തോന്നുന്നു. ശ്രീ അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ ഇപ്പോൾ പറഞ്ഞു ഈ ആയുധങ്ങൾ ഇത് പിന്നെ ആരാണ് കൊടുത്തയച്ചതെന്നൊക്കെ. ഇതങ്ങനെ കൊടുത്തയച്ചതാണ് എന്ന് പറയുന്നത് അന്ന് ഹരീഷ് വാസുദേവനും അഡ്വക്കേറ്റിന് അങ്ങനെ വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, അങ്ങനെ അല്ല എന്ന് വിചാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കാരണം അതേക്കുറിച്ച് അന്വേഷണം നടത്തി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അത് കണ്ടെത്തുന്ന കാലത്ത് അദ്ദേഹം പറയുന്നത് പോലെയാണെങ്കിൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മറിച്ച് ഞാൻ പറയുന്നത് പോലെയാണെങ്കിൽ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയാണ് മാധുവിൻ്റെ അവസാനത്തെ ചോദ്യം. അത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ചാൽ ഞാൻ പറയാം. എനിക്ക് ആ ചോദ്യം ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സുപ്രീം കോടതി ഇന്ന് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പോലീസ് നടപടിയിൽ. ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത് ഈ പോലീസ് നടപടിയെ കുറിച്ച് തന്നെയാണ്. അതിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഉത്തരം പറയാൻ തയ്യാറല്ല, പ്രസ്താവന നടത്താൻ തയ്യാറല്ല. സുപ്രീം കോടതിയിലെങ്കിലും പറയേണ്ടി വരുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് അങ്ങ് പറഞ്ഞ മറ്റു കാര്യങ്ങളിൽ എതിരഭിപ്രായമുണ്ട്, അങ്ങ് പൂർത്തീകരിക്കും. ശരി ശരി മനസ്സിലായി. ശരി, അപ്പോൾ അത് സുപ്രീം കോടതിയുടെ കാര്യം. കോടതികൾ പൊതുവേ ഇത്തരം കാര്യങ്ങൾ കോടതിയിലൊരു ഹർജി കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്കെതിരെ ആക്രമണം നടന്നു എന്നുള്ള ഹർജിയാണ് കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഹർജി നൽകുന്നയാളുടെ ഗ്രീവൻസസ് അത് പരിശോധിച്ച് അതിനോട് പ്രതികരിക്കുകയാണ് കോടതികൾ സാധാരണ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടതും, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ പോസിറ്റീവായിട്ട് ഉണ്ടായി. അതിൻ്റെ തുടർ നടപടികൾ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. കോടതിയും സുപ്രീം കോടതിയെ അത് കേൾക്കാനും അതിൽ തീരുമാനങ്ങൾ എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ കോടതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം ഇതിൽ എന്താണോ കൾപ്രിറ്റ് ആരാണോ, ഇതിൽ കുറ്റവാളി ആരാണോ ആക്രമണം നടത്തിയത്, നിയമവിരുദ്ധമായിട്ട് ആരാണോ പെരുമാറിയത്, അത്തരക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് അതിനകത്തുള്ള നിലപാട്. അതുണ്ടാകുന്നതിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നത് വളരെ ഗുണകരമായിട്ട് കാണുന്നു. ഇനിയിപ്പോൾ അതുപോലെ മറ്റൊന്നും അത് ചോദിച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ പുതിയ പോസ്റ്റ് കണ്ടുവച്ചോന്ന് അതെനിക്കറിയില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഏതായാലും സജീവമായ രാഷ്ട്രീയത്തിലുള്ള നേതാവാണ്. അദ്ദേഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനൊരു പ്രശ്നം വന്ന സാഹചര്യത്തിൽ അതിനോട് ജനാധിപത്യപരമായി കേന്ദ്ര സർക്കാർ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു ആരോപണം. ഏതുവരെ? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ. അപ്പോൾ അത് നീറ്റ് അതിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോഴും NTA ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോഴും ഒന്നും അംഗീകരിച്ചിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് CJP ഉയർത്തുന്ന ആവശ്യമെന്ന് പറയുകയും അതേ ആവശ്യം തന്നെ ലെഫ്റ്റും കോൺഗ്രസും ഉയർത്തുകയും ചെയ്തു. ഏതായാലും ആ ആവശ്യം അംഗീകരിച്ചപ്പോൾ പറയുന്നു ഇതാ കീഴടങ്ങിയെന്നാണ്.
അപ്പോൾ ഒന്ന് ജനാധിപത്യപരമായിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് ആദ്യം പറയുക, അത് പ്രതികരിച്ചു കഴിയുമ്പോൾ പരാജയപ്പെട്ടു എന്ന് പറയുക. അപ്പോൾ ഈ ഇതിൽ ആക്രമണങ്ങളുടെ എല്ലാം ആക്രമണ മുന എന്താണ് എന്ന് വ്യക്തമാണ്. ഇത് ഒന്നേ ഉള്ളൂ, ഇത് കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുക, BJP ആക്രമിക്കുക, പ്രധാനമന്ത്രി ആക്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം അതത് പാർട്ടികൾക്കോ അല്ലെങ്കിൽ അതത് പ്രസ്ഥാനങ്ങൾക്കോ ഉണ്ട്. കാരണം ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. പിന്നെ ഇത് പാർലമെന്റിൽ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പ്രതിപക്ഷ കക്ഷികളെല്ലാം അതുകൂടെ ഞാൻ പറയാം. ഈ ഒരു പോയിന്റോടെ ഞാൻ പറയാം. അതായത് ഇപ്പൊ പാർലമെന്റിൽ ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉയർത്താനുള്ള അവകാശം പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. അപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അവിടെ നോക്കുന്നത് രാഷ്ട്രീയം തന്നെയാണ്. അതേ രാഷ്ട്രീയം കേന്ദ്ര സർക്കാരിന് ബാധകമാണ്, BJPക്കും ബാധകമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മാൻഡേറ്റ് ഉള്ള പാർട്ടി ഇപ്പോൾ BJP ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് രാഷ്ട്രീയവുമുണ്ട്. അപ്പോൾ BJPക്ക് ഈ രണ്ട് ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്ര സർക്കാർ എന്ന ഉത്തരവാദിത്വമുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്വമുണ്ട്. ഘടകകക്ഷികളുമായി ചേർന്ന് NDA എന്ന നിലയിൽ രാജ്യത്താകമാനം വിവിധ സംസ്ഥാനങ്ങൾ പാർട്ടി എന്നുള്ള എത്രയാണ് എന്നത് അങ്ങേക്ക് അറിയാമോ? അറിയാൻ മീൻസ് പെട്ടെന്ന് ഒരു ഒറ്റവാക്ക് ചോദ്യം ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല. 57%. 57% റൂറൽ ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്റർനെറ്റ് അക്സസിബിലിറ്റി ഉള്ളത് എന്നിരിക്കെയാണ് റൂറൽ ഇന്ത്യയോട് സംവദിക്കാൻ ഇന്ത്യ പോലെ ഒരു വികസന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കാൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. മാധ്യമങ്ങളെ ഒഴിവാക്കി നിർത്തുക എന്ന് പറയുന്നത് ചോദ്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ന ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ശ്രീ AK അനന്തരാജ്. എനിക്കതിൽ മറ്റു തർക്കത്തിന് താല്പര്യമില്ല. ഞാനൊരു കണക്ക് അങ്ങോട്ട് പറഞ്ഞു. മാധു ഉറച്ചു നിന്നോളൂ. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. അതായത് നമ്മളിപ്പോ പറഞ്ഞു ഇന്റർനെറ്റിന്റെ പെനിട്രേഷൻ എത്ര 57% മാധു പറഞ്ഞു. എത്രയാണ് നമ്മുടെ ടെലിവിഷൻ ചാനലുകളുടെ പെനിട്രേഷൻ? ഇനി ടെലിവിഷൻ ചാനലുകളുടെ ഭാഷാ പ്രശ്നം നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളാണല്ലോ നാഷണൽ മീഡിയ എന്ന് പറഞ്ഞുള്ളത്. ആ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളാണ്. ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകൾ ദേശീയ മാധ്യമങ്ങൾ എന്നൊക്കെയുള്ള അവകാശവാദമൊക്കെ പോയിരിക്കുന്നു. കേരളം വിട്ടുകഴിഞ്ഞാൽ മാധു അല്ല, വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ പിന്നെ ഉള്ളത് പത്രങ്ങളാണ്. കേരളം വിട്ടുകഴിഞ്ഞാൽ പത്രങ്ങളുടെ ഔട്ട്റീച്ച് എത്രയാണ്? എത്രത്തോളം ഗ്രാമപ്രദേശങ്ങളിലാണ് അതിന് പെനിട്രേഷൻ ഉള്ളത്? ഏറ്റവും കൂടുതൽ എത്തുന്നത് ദൂരദർശനും ആകാശവാണിയുമാണ്. ഇത് രണ്ടിലും പ്രധാനമന്ത്രി ഉണ്ട്. മൻ കി ബാത്തിൽ എല്ലാ ആഴ്ചയും അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുന്നു. ഈ പറയുന്ന ഒരു കുടുംബത്തിന് ഇത്രയധികം ആളുകൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഇന്റർനെറ്റ് കണക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ട് എങ്കിൽ എല്ലാവർക്കും ആക്സസിബിൾ ആകുന്ന സമൂഹ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നതാണ് ഉത്തമം എന്ന് വിചാരിക്കുന്നത്. അതിനേക്കാൾ പല ഗ്രാമങ്ങളിലും ഉത്തരേന്ത്യയിലൊന്നും ഇല്ല, മൊബൈലും ഇല്ല സർ, ഇന്റർനെറ്റ് സംവിധാനവും ഇല്ല. കേബിൾ കണക്ഷന്റെ പെനിട്രേഷൻ കണക്ക് അങ്ങ് പറയൂ. എന്റെ ഇന്റർനെറ്റ് ആണ്. അതാണോ 57%? വളരെ മുന്നിലാണ്. അതാണോ 57%? ഇന്റർനെറ്റ് വളരെ മുന്നിലാണ്. 57% ആളുകൾക്ക് മാത്രം ആക്സസിബിലിറ്റി ഉള്ള മാധ്യമം, സമൂഹ മാധ്യമം, അതിലൂടെയാണ് സംവദിക്കുന്നത് ഇന്ത്യയോട്. അതാണ് പറയുന്നത്. ഈ വിവര സംക്രമണം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു പത്രമാണ് എങ്കിൽ അത് ഒരാൾ മാത്രം വായിക്കുന്നതല്ല. പക്ഷേ അവനവന്റെ ഫോണിൽ മാത്രം ലഭ്യമാകുന്ന വിവരം അവനവന് വളരെ പേഴ്സണൽ ആയി കിട്ടുന്ന ഒന്നാണ്. അത് മറ്റ് പങ്കുവെക്കപ്പെടുക പോലുമില്ല. അപ്പൊ അതിനെയാണ് ആശ്രയിക്കുന്നത്. അതാണ് എനിക്ക് എളുപ്പമാർഗം എന്ന് പറയുമ്പോൾ കണക്കുകൾ അതിനെ സാധൂകരിക്കുന്നില്ല എന്നേ പറഞ്ഞുള്ളൂ. ശരി, അതിന് ഞാൻ തർക്കത്തിനുമില്ല. ഇടവേള. ഡിബേറ്റ് വിത്ത് മാധു സജി.